കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം നാളെ നടക്കും. SIR ഷെഡ്യൂളുകൾ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കും. വാർത്താ സമ്മേളനം വൈകിട്ട് 4:15-നാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിലാണ് SIR നടപടികൾ ആരംഭിക്കുന്നത്. അബ്ദുൾ റഷീദ് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. അബ്ദുൾ റഷീദ്, കേരളത്തിൽ ഉൾപ്പെടെ നവംബറിൽ പ്രക്രിയ ആരംഭിക്കുമെന്നുള്ള വിവരങ്ങൾ മുൻപ് തന്നെ വന്നിരുന്നു. വലിയ പ്രതിഷേധങ്ങൾക്കിടയിൽ കൂടിയാണ് നടപടികളിലേക്ക് കടക്കുന്നത്, അല്ലേ? അസിത, തീർച്ചയായും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അടുത്ത് തന്നെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കിയതിൽ രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് രാജ്യവ്യാപകമായിക്കൊണ്ട് ഇത്തരത്തിൽ SIR നടപ്പിലാക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാരിൻ്റെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് നീക്കമുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ യോഗം ദില്ലിയിലടക്കം ചേരുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. നാളെ 4:15 കൂടിയാണ്, വൈകിട്ട് 4:15 കൂടിയാണ് വാർത്താ സമ്മേളനം ആരംഭിക്കുക. ഈ വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ 5 സംസ്ഥാനങ്ങളിലായിരിക്കും ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളം, തമിഴ്നാട്, ബംഗാൾ, അസം, പുതുച്ചേരി തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലായിരിക്കും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുക. 2-3 ഘട്ടങ്ങളിലായിക്കൊണ്ടാണ് ഇത്തരത്തിൽ രാജ്യവ്യാപകമായിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ SIR നടപടികൾ നീട്ടിവെക്കണമെന്നുള്ള കാര്യം ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ കേൽക്കർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ അപേക്ഷ നൽകുകയും കത്ത് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അതിലൊരു അന്തിമ തീരുമാനം ഇതുവരെയും ഉണ്ടായിട്ടില്ല. നാളെ ആയിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക. കേരളത്തിൽ നവംബർ 1 മുതൽ SIR നടപടികൾ ആരംഭിക്കുക എന്ന ചോദ്യത്തിന് നാളെ തന്നെ മറുപടി ലഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് നവംബർ 1-ാം വാരം തന്നെ ഇത്തരത്തിൽ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. ബംഗാൾ, പഞ്ചാബ്, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നവംബർ 1 മുതൽ SIR നടപടികൾ ആരംഭിക്കുമെന്നുള്ള ചില സൂചനകൾ പുറത്തു വന്നിരുന്നു. ഇനി എന്തായാലും കൃത്യമായിട്ടുള്ള തീയതികളും അതോടൊപ്പം തന്നെ ഷെഡ്യൂളുകളും നാളെ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അസിത, ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു അബ്ദുൾ റഷീദ്.